ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിക്ക് മേസണറി എന്നുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സ്റ്റോൺ മേസണറി എന്താണ് സ്റ്റോൺ മേസണറിയിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണ്, സ്റ്റോൺ മേസണറിയിലെ ജോയിൻസ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ മേസണറി, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ബ്രിക്ക് മേസണറി. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബ്രിക്ക് മേസണറി. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് മേസണറി, അതായത് ബ്രിക്സും സ്റ്റോൺസും യൂസ് ചെയ്ത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ മേസണറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു മേസണറി എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് യൂണിറ്റായിട്ട് ബ്രിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബ്രിക്ക് മേസണറി എന്നാണ് പറയുന്നത്. സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ മേസണറി എന്നാണ് പറയുന്നത്. ഓക്കെ, ബിൽഡിംഗ് യൂണിറ്റായിട്ട് നമ്മൾ ബ്രിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്രിക്ക് മേസണറി എന്ന് പറയുന്നു. ഓക്കെ, ബ്രിക്ക് മേസണറി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്ലേസ്മെൻറ്റ് ഓഫ് ബ്രിക്സ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ യൂസിങ് മോട്ടർ. ഓക്കെ, പിക്ചറിൽ കാണുന്നുണ്ടാവും, നമുക്കെല്ലാം അറിയാം ബ്രിക്ക് മേസണറി എന്താണെന്ന്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ബ്രിക്ക് മേസണറിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് അറിയാം എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിക്കിൻ്റെ ലോങ്ങസ്റ്റ് ഫേസിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ബ്രിക്കിൻ്റെ ലോങ്ങസ്റ്റ് ഫേസ് പിക്ചറിൽ കാണുന്നുണ്ട്. ഒരു ബ്രിക്കിൻ്റെ ലോങ്ങസ്റ്റ് ഫേസ് അല്ലെങ്കിൽ വീതി കൂടിയൊരു പോർഷൻ. ഓക്കെ, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ബ്രിക്കിൻ്റെ ലെങ്ത്തിന് പാരലലായിട്ടുള്ള ഫേസിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുക. ഓക്കെ, അതുപോലെ തന്നെ കൗസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഹൊറിസോണ്ടൽ ലെയറിനെയാണ് നമ്മൾ കൗസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹൊറിസോണ്ടൽ ലെയറിൽ എല്ലാ ബ്രിക്സും സ്ട്രക്ചറിലാണെങ്കിൽ നമ്മളതിനെ സ്ട്രക്ചർ കൗസ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് കൗസ് എന്നാണ് പറയാം. ഓക്കെ, അടുത്ത ടേമാണ് ഹെഡർ. ഒരു ബ്രിക്കിൻ്റെ സ്ക്വയർ ഫേസിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. പിക്ചറിൽ കാണുന്നുണ്ട്, ഒരു ബ്രിക്കിൻ്റെ സ്ക്വയർ ഫേസിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. അത് ബ്രിക്കിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫേസാണ്. ഓക്കെ, ഹെഡർ എന്ന് പറയുന്നത് ബ്രിക്കിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫേസാണ്. അതുപോലെ തന്നെ ഒരു കൗസിൽ ബ്രിക്സ് ഹെഡർ പൊസിഷനിലാണ് ലേ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ ഹെഡിങ് കൗസ് അല്ലെങ്കിൽ ഹെഡർ കൗസ് എന്ന് പറയും. ഓക്കെ, അടുത്ത ടേമാണ് അറൈസസ്. അറൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിക്കിൻ്റെ പ്ലെയിൻ സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എഡ്ജസിനെയാണ് അറൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിക്സിൻ്റെ പ്ലെയിൻ സർഫേസസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എഡ്ജസിനെയാണ് അറൈസസ് എന്ന് പറയുന്നത്. ഒരു ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ 12 അറൈസസ് ഉണ്ടാവും. ഓക്കെ, അടുത്ത ടേമാണ് ബെഡ്. ബെഡ് എന്ന് പറയുന്നത് ബ്രിക്സിൻ്റെയോ സ്റ്റോൺസിൻ്റെയോ ഒക്കെ ബോട്ടം സർഫസിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. അതായത് ഫ്ലാറ്റായിട്ട് വെച്ചിട്ടുള്ള ബ്രിക്സിൻ്റെ ബോട്ടം സർഫസിനെയാണ് നമ്മൾ ബെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടേമാണ് ബെഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ജോയിൻ്റ് ആണ്. ഓക്കെ, ഒരു കൗസിൽ വരുന്ന ഹൊറിസോണ്ടൽ ജോയിൻറ്റിനെയാണ് നമ്മൾ ബെഡ് ജോയിൻ്റ് എന്ന് പറയുക. ഓക്കെ, ഇഫ് ദ ജോയിൻറ്റ് ഈസ് പാരലൽ ടു ദ ബെഡ് ഓഫ് ബ്രിക്സ് ഓർ സ്റ്റോൺസ് ഇൻ എ കൗസ് ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് ബെഡ് ജോയിൻറ്റ്. ഇനി അടുത്തതാണ് പെർപെൻസ് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ആണ്. ഓക്കെ, വെർട്ടിക്കൽ ജോയിൻറ്റ്സിനെയാണ് നമ്മൾ പെർപെൻസ് എന്ന് പറയുന്നത്. The vertical joints separating the bricks in either length or cross direction are known as perpends. അടുത്താണ് ബ്രിക്ക് ബാറ്റ്സ്. എന്താണ് ബാറ്റ്സ്? ബ്രിക്സിനെ വിത്തിന് അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാറ്റ്സ് എന്ന് പറയുക. ഓക്കെ, ബ്രിക്സിനെ വിത്തിന് അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാറ്റ്സ് എന്ന് പറയുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹാഫ് ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഹാഫ് ബ്രിക്കിൽ ഹാഫ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. നെക്സ്റ്റ് ആണ് 3/4 ബാറ്റിൽ 1/4 പോർഷൻ കട്ട് ചെയ്ത് മാറ്റും. അതായത് 3/4 പോർഷൻ റിമൈനിങ് ആയിരിക്കും. ഓക്കെ, 1/4 പോർഷൻ കട്ട് ചെയ്ത് മാറ്റും, 3/4 പോർഷൻ റിമൈനിങ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ 3/4 ബാറ്റ് എന്ന് പറയാം. ഇനി അടുത്താണ് ബിവെൽഡ് ബാറ്റ് എന്ന് പറയുമ്പോൾ ആംഗിൾ കട്ടായിരിക്കും. ഓക്കെ, പിക്ചറിൽ കാണാം 3 ടൈപ്പിലുള്ളത്. ബിവെൽഡ് ബാറ്റിൽ ആംഗിൾ കട്ടായിരിക്കും. നമുക്ക് പിക്ചറിൽ നേരെ മനസ്സിലാക്കാം. ഓക്കെ, അടുത്തതാണ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സിനെ ലെങ്ത് വൈസ് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലോസർ എന്ന് പറയുക. ബ്രിക്സിനെ ലെങ്ത് വൈസ് കട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്താണ്
ക്യൂൻ ക്ലോസർ. എന്താണ് ക്യൂൻ ക്ലോസർ? പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ബ്രിക്കിനെ ലെങ്ത് വൈസ് ഹാഫായി കട്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ബ്രിക്കിനെ ലെങ്ത് വൈസ് ഹാഫായിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യൂൻ ക്ലോസർ എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് കിങ് ക്ലോസർ. അത് കിങ് ക്ലോസർ പിക്ചറിൽ നോക്കാം. എന്താണ് കിങ് ക്ലോസർ? അതായത് ഹാഫ് വിട്ടും ഹാഫ് ലെങ്ത്തും, അതായത് ഹാഫ് പിക്ചറിൽ നോക്കൂ, അതായത് വിത്തിൻ്റെ ഹാഫിൽ നിന്നും ലെങ്ത്തിൻ്റെ ഹാഫിൽ നിന്നും കട്ട് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയാം. നെക്സ്റ്റ് ആണ് ബിവൽഡ് ക്ലോസർ. ബിവൽഡ് ക്ലോസർ പിക്ചറിൽ നോക്കുക, വിത്തിൻ്റെ ഹാഫും ലെങ്ത്തിൻ്റെ ഫുള്ളും, ഓക്കെ, വിത്തിൻ്റെ ഹാഫും ലെങ്ത്തിൻ്റെ ഫുൾ പോർഷനും വെച്ച് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിവൽഡ് ക്ലോസർ എന്ന് പറയാം. അടുത്താണ് ഫ്രോഗ്. ഫ്രോഗ് എന്താണ്? പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ ഡിപ്രഷൻസ്, അതായത് ഡിപ്രഷൻസ് ബ്രിക്കിലെ ഡിപ്രഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയാം. ഈ ഡിപ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ മോട്ടർ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് പ്രോപ്പർ ബൈൻഡിങ് അല്ലെങ്കിൽ ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്തും ഇൻക്രീസ് ആവുന്നു. ഓക്കെ, അടുത്താണ് ബോൺസ്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ബോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെച്ചർ ബോണ്ട്, ഹെഡ്ജ് ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലമിഷ് ബോണ്ട്. ഫ്ലമിഷ് ബോണ്ടിൽ 2 ടൈപ്സ് ഉണ്ട്, ഡബിൾ ഫ്ലമിഷ് ബോണ്ടും സിംഗിൾ ഫ്ലമിഷ് ബോണ്ടും. അടുത്താണ് ഗാർഡൻ വാൾ ബോണ്ട്. അതിൽ 2 ടൈപ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ടും ഫ്ലമിഷ് ഗാർഡൻ വാൾ ബോണ്ടും. ഇനി അടുത്താണ് റാക്കിംഗ് ബോണ്ട്, ഹെറിംഗ് ബോണ്ട്, ഡയഗണൽ ബോണ്ട് ആൻഡ് ഡച്ച് ബോണ്ട്. ഓക്കെ, ഫസ്റ്റ് ബോണ്ടാണ് സ്ട്രെച്ചർ ബോണ്ട്. സ്ട്രെച്ചർ ബോണ്ടിന് നമ്മൾ റണ്ണിങ് ബോണ്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, സ്ട്രെച്ചർ ബോണ്ട് അല്ലെങ്കിൽ റണ്ണിങ് ബോണ്ട്. ഇതിൽ വരുന്നത് എല്ലാ കോഴ്സിലും സ്ട്രെച്ചേഴ്സ് മാത്രം പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുക. എല്ലാ കോഴ്സിലും സ്ട്രെച്ചേഴ്സ് മാത്രം പ്ലേസ് ചെയ്യുക. ഇവിടെ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഹാഫ് ബ്രിക്ക് ബാറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടി ഹാഫ് ബ്രിക്ക് ബാറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രെച്ചർ ബോണ്ടിലൂടെ നമുക്ക് കിട്ടുന്നത് ഹാഫ് ബ്രിക്ക് തിക്നെസ് ഉള്ള വോളാണ്. ഓക്കെ, സ്ട്രെച്ചർ ബോണ്ടിലൂടെ ഹാഫ് ബ്രിക്ക് തിക്നെസ് ഉള്ള ഒരു വോളാണ് നമുക്ക് കിട്ടുക. അടുത്തതാണ് ഹെഡ് ബോണ്ട്. ഹെഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡ് ബോണ്ടിൽ എല്ലാ കോഴ്സിലും ഹെഡേഴ്സ് മാത്രമാണ് പ്ലേസ് ചെയ്യുക. ഓക്കെ, സ്ട്രെച്ചർ ബോണ്ടിലെ എല്ലാ കോഴ്സിലും സ്ട്രെച്ചേഴ്സ് മാത്രമാണ് പ്ലേസ് ചെയ്തത്. ഹെഡർ ബോണ്ടിലെ എല്ലാ കോഴ്സിലും ഹെഡേഴ്സ് മാത്രമാണ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 3/4 ബ്രിക്ക് ബാറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 3/4 ബ്രിക്ക് ബാറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ട്രെച്ചർ ബോണ്ടിൽ ഹാഫ് ബ്രിക്ക് ബാറ്റാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹെഡർ ബോണ്ടിലൂടെ ലഭിക്കുന്നത് 1 ബ്രിക്ക് തിക്നെസ് ഉള്ള വോളാണ്. ഓക്കെ, ഹെഡർ ബോണ്ടിലൂടെ നമുക്ക് കിട്ടുന്നത് 1 ബ്രിക്ക് തിക്നെസ് ഉള്ള വോളാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്സ് ഓഫ് ബോൺസ് ആണ്. ഒന്ന് ഇംഗ്ലീഷ് ബോണ്ടും ഒന്ന് ഫ്ലമിഷ് ബോണ്ടും. ഓക്കെ, എക്സാംസിനൊക്കെ കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലമിഷ് ബോണ്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ബോണ്ട് നോക്കാം. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടിൽ എങ്ങനെയാണ് നമ്മൾ ലേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സിൽ സ്ട്രക്ചർ മാത്രം ലേ ചെയ്യും, നെക്സ്റ്റ് കോഴ്സിൽ ഹെഡർ മാത്രം. ഓക്കെ, അതായത് ഒരു കോഴ്സിൽ സ്ട്രക്ചറും തൊട്ടടുത്ത കോഴ്സിൽ ഒരു ഹൊറിസോണ്ടൽ ലെയറിൽ സ്ട്രക്ചറും അടുത്ത ഹൊറിസോണ്ടൽ ലെയറിൽ, അതാണല്ലോ ഒരു കോഴ്സ്, അടുത്തതിൽ ഹെഡറും. ഓക്കെ, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും, ഓൾട്ടർനേറ്റ് കോഴ്സസിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ബോണ്ടിൽ നമ്മൾ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒഴിവാക്കാൻ ക്യൂൻ ക്ലോസറാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒഴിവാക്കാൻ നമ്മൾ ക്യൂൻ ക്ലോസറാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതാ നോക്കിക്കോളൂ, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ പിക്ചറിൽ നമ്മൾ കാണുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് കോഴ്സസിൽ നമ്മൾ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്യൂൻ ക്ലോസറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ്. പിക്ചർ നോക്കൂ, മനസ്സിലാക്കിക്കോളൂ. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് ഫ്ലമിഷ് ബോണ്ട്. ഫ്ലമിഷ് ബോണ്ട് എന്ന് പറയുന്നത് എസ്തെറ്റിക്കലി നല്ലൊരു അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബോണ്ടാണ്. അതായത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബോണ്ടാണ് ഫ്ലമിഷ് ബോണ്ട്. ഓക്കെ, നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ട്
അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളത്തിൽ തന്നെ ഓൾട്ടർനേറ്റീവ് ഹെഡറും സ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് ബോണ്ടിൽ എന്താണ് ചെയ്തത്? ഒരു കോഴ്സിൽ ഹെഡർ മാത്രം, ഒരു കോഴ്സിൽ അടുത്ത കോഴ്സിൽ സ്ട്രക്ചർ മാത്രം. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പിക്ചറിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെമിഷ് ബോണ്ടിലും വെർട്ടിക്കൽ ജോയിൻസ് ഒഴിവാക്കാൻ ക്യൂൻ ക്ലോസറാണ് പ്ലേസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ബോണ്ടിലും ക്യൂൻ ക്ലോസറാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. അതുപോലെ തന്നെ ഫ്ലെമിഷ് ബോണ്ടിലും ക്യൂൻ ക്ലോസർ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത് മെയിൻലി എസ്തെറ്റിക്കലി നല്ലൊരു അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബോണ്ടാണ്. ഓക്കെ, പിന്നെ ഫ്ലെമിഷ് ബോണ്ട് 2 ടൈപ്സ് ഉണ്ട്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും. ഓക്കെ, അടുത്തത് നമുക്ക് 2 ടൈപ്സ് ഓഫ് ഫ്ലെമിഷ് ബോണ്ട്സ് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയുള്ളൊരു ബോണ്ടാണ്. ഓക്കെ, ഏറ്റവും ഭംഗിയുള്ളൊരു ബോണ്ടാണ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. അതായത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഫ്രണ്ട് സൈഡ് എലിവേഷനും ബാക്ക് സൈഡ് എലിവേഷനും നമുക്ക് കാണാൻ പറ്റുക ഫ്ലെമിഷ് ബോണ്ട് പോലെ തന്നെയാണ്. ഓക്കെ, അതായത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഫ്രണ്ട് സൈഡ് എലിവേഷനും അതേപോലെ തന്നെ ബാക്ക് സൈഡ് എലിവേഷനും ഫ്ലെമിഷ് ബോണ്ട് പോലെ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഭംഗിയുള്ള എസ്തെറ്റിക്കലി അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബോണ്ടാണ് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ വെർട്ടിക്കൽ ജോയിൻസ് ഒഴിവാക്കാൻ ക്യൂൻ ക്ലോസറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട്. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ കേസിൽ ഫ്രണ്ട് സൈഡിൽ ഫ്ലെമിഷ് ബോണ്ട്. ഓക്കെ, ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്നത് ഫ്ലെമിഷ് ബോണ്ട്, ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഫ്ലെമിഷ് ബോണ്ടാണ്. ബാക്ക് സൈഡ് എലിവേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടായിരിക്കും. ഓക്കെ, ബാക്ക് സൈഡ് എലിവേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഫ്ലെമിഷ് ബോണ്ടും ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ബോണ്ടുമാണ് നമുക്ക് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ബോത്ത് സൈഡിലും ഫ്ലെമിഷ് ബോണ്ടിൻ്റെ ഫ്ലെമിഷ് ബോണ്ടാണ് ആണെങ്കിൽ നമ്മൾ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ കേസിൽ നമ്മൾ വെർട്ടിക്കൽ ജോയിൻസ് ഒഴിവാക്കാൻ ക്യൂൻ ക്ലോസർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ടാണ്. ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് ബോണ്ടിൽ എങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് കോഴ്സസിലാണ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്ലേസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് കോഴ്സിൽ ഹെഡർ ആണെങ്കിൽ കോഴ്സ് അത് ഒരു ഹൊറിസോണ്ടൽ ലെയർ, അതിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് കോഴ്സിൽ ഹെഡർ ആണെങ്കിൽ നെക്സ്റ്റ് കോഴ്സിൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റീവ് കോഴ്സസിലാണ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ കേസിൽ. ഫ്ലെമിഷ് ബോണ്ടിൻ്റെ കേസിൽ ഒരു കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇംഗ്ലീഷ് ബോണ്ട് സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ്. ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഫ്ലെമിഷ് ബോണ്ട് എസ്തെറ്റിക്കലി ഗുഡ് അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുക, ലെസ് സ്ട്രോങ് ആണ്. ഓക്കെ, ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത് 1 ബ്രിക്ക് തിക്നെസ് ഉള്ള വോൾസിനാണ് പ്രൊവൈഡ് ചെയ്യുക, റഫ് അപ്പിയറൻസ് ആണ്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത് എസ്തെറ്റിക്കലി ഗുഡ് അപ്പിയറൻസ് ആണ്, എല്ലാ തിക്നെസ്സുള്ള വോൾസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ കേസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വെർട്ടിക്കൽ ജോയിൻസ് വളരെ കുറവാണ്. ഫ്ലെമിഷ് ബോണ്ടിൻ്റെ കേസസിൽ പാർട്ട്ലി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വെർട്ടിക്കൽ ജോയിൻസ് കാണാൻ പറ്റും. ഇനി ഇംഗ്ലീഷ് ബോണ്ടിൽ മച്ച് അറ്റൻഷൻ ഈസ് നോട്ട് റിക്വയർഡ്, പക്ഷേ ഫ്ലെമിഷ് ബോണ്ട് സ്പെഷ്യൽ അറ്റൻഷൻ ഈസ് റിക്വയർഡ്. ഓക്കെ, ഇതാണ് മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും. ഓക്കെ, അടുത്ത നമുക്ക് കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഗാർഡൻ വാൾ ബോണ്ട്. ഗാർഡൻ വാൾ ബോണ്ട് എന്ന് പറയുന്നത് പേരിൽ പറയുന്ന പോലെ തന്നെ ഗാർഡൻ വാൾസിലും അതുപോലെ തന്നെ ബോർഡർ വാൾസിലൊക്കെയാണ് നമ്മൾ ഗാർഡൻ വാൾ ബോണ്ട് പ്രൊവൈഡ് ചെയ്യുക. ഗാർഡൻ വാൾ ബോണ്ടിൽ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗാർഡൻ വാൾ ബോണ്ട് മെയിൻലി ടു ടൈപ്സ് ഉണ്ട്. ഇംഗ്ലീഷ് ഗാർഡൻ വാൾ ബോണ്ടും അതുപോലെ തന്നെ ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ടും. ഓക്കെ, ഇനി അടുത്തത് ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്താണെന്ന് നോക്കാം. ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ടിൽ അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:3 അല്ലെങ്കിൽ 1:5 റേഷ്യോയിൽ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും, അതായത് ഇംഗ്ലീഷ് ബോണ്ടാണല്ലോ, അപ്പോൾ ഫസ്റ്റ് കോഴ്സിലെ ഹെഡർ ആണെങ്കിൽ അടുത്ത ഓൾട്ടർനേറ്റീവ് കോഴ്സസിലാണ് നമ്മൾ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ 1:3 അല്ലെങ്കിൽ 1:5 റേഷ്യോയിലാണ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്രൊവൈഡ് ചെയ്തത്. അതായത് ഒരു ഹെഡർ കോഴ്സിന് ശേഷം 3 സ്ട്രക്ചർ കോഴ്സ്.
അതായത് ഒരു കോഴ്സിൽ ഹെഡർ ആണെങ്കിൽ അടുത്ത നാലാമത്തെ കോഴ്സിലാണ് നമുക്ക് വീണ്ടും ഒരു ഹെഡർ കോഴ്സ് വരുന്നത്. അതായത് 1:3 അല്ലെങ്കിൽ 1:5 റേഷ്യോയിൽ ഹെഡർ കോഴ്സും സ്ട്രക്ചർ കോഴ്സും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ഗാർഡൻ വോൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഹെഡർ കോഴ്സിന് ശേഷം 3 സ്ട്രക്ചർ കോഴ്സ്. ഓക്കെ, 1:3 ഒരു ഹെഡർ കോഴ്സിന് ശേഷം 3 സ്ട്രക്ചർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും, അതിനുശേഷം ഒരു ഹെഡർ കോഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹെഡർ കോഴ്സിന് ശേഷം 5 സ്ട്രക്ചർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും, വീണ്ടും ഒരു ഹെഡർ കോഴ്സ്. അതായത് ഒരു കോഴ്സിന് ശേഷം അടുത്ത 4-മത്തെയാണ് ഹെഡർ കോഴ്സായിട്ട് വരിക. അതിനെയാണ് നമ്മൾ ഗാർഡൻ വോൾ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഗാർഡൻ വോൾ ഫ്ലെമിഷ് ബോണ്ട്. ഗാർഡൻ വോൾ ഫ്ലെമിഷ് ബോണ്ടിൽ അതായത് ഒരു കോഴ്സിൽ ഫ്ലെമിഷ് ബോണ്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു കോഴ്സിൽ ഓൾട്ടർനേറ്റീവ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഗാർഡൻ വോൾ ഫ്ലെമിഷ് ബോണ്ടിൽ നമ്മൾ പറഞ്ഞു 1:3 അല്ലെങ്കിൽ 1:5 റേഷ്യോയിലാണ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഗാർഡൻ വോൾ ഇംഗ്ലീഷ് ബോണ്ടിൽ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ ക്യൂൻ ക്ലോസർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഗാർഡൻ വോൾ ഇംഗ്ലീഷ് ബോണ്ടിൽ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ ക്യൂൻ ക്ലോസർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഗാർഡൻ വോൾ ഫ്ലെമിഷ് ബോണ്ടിലാവട്ടെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യും. 1:3 അല്ലെങ്കിൽ 1:5 റേഷ്യോയിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കോഴ്സിൽ തന്നെ ഒരു ഹെഡറിന് ശേഷം 3 സ്ട്രക്ചർ പ്ലേസ് ചെയ്യും, അതിനുശേഷം ആണ് വീണ്ടും ഒരു ഹെഡർ വരുന്നത്. ഓക്കെ, ഇതിൽ വരുന്നത് ഒരു ഹെഡറിന് ശേഷം നമ്മളൊരു 3/4 ബാറ്റ് വയ്ക്കും, അത് കഴിഞ്ഞ് 3 സ്ട്രക്ചേഴ്സ് പ്ലേസ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്കോച്ച് ബോണ്ട് അല്ലെങ്കിൽ സസെക്സ് ബോണ്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇവിടെ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ ഗാർഡൻ വോൾ ഫ്ലെമിഷ് ബോണ്ടിൽ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ 3/4 ബാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി 1:2 റേഷ്യോയിലാണ് നമ്മളിതിനെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് നമ്മൾ മോങ്ക് ബോണ്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, അടുത്ത ബോണ്ടാണ് റാക്കിംഗ് ബോണ്ട്. റാക്കിംഗ് ബോണ്ടിൽ ബ്രിക്സിനെ ഇൻക്ലൈൻഡ് ആയിട്ട് പ്ലേസ് ചെയ്യാണ് ചെയ്യുക. 3 ടൈപ്സ് ഉണ്ട് റാക്കിംഗ് ബോണ്ട്: ഡയഗണൽ വോൾ ബോണ്ട്, ഹെറിംഗ് വോൾ ബോണ്ട്, അതുപോലെ തന്നെ സിഗ്സാഗ് ബോണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഹെറിംഗ് ബോൺ ബോണ്ടാണ്. എന്താണ് ഹെറിംഗ് ബോൺ ബോണ്ട്? സെൻട്രൽ ലൈനിന് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സെൻറ്റർ ലൈനിന് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മോർ ദാൻ 4 ബ്രിക്ക് തിക്നെസ് ആവശ്യമായിട്ടുള്ള വോൾസിലാണ് നമ്മൾ ഹെറിംഗ് ബോൺ ബോണ്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് സെൻറ്റർ ലൈനിന് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യും. യൂസ് ചെയ്യുന്നത് മോർ ദാൻ 4 ബ്രിക്ക് തിക്നെസ് ആവശ്യമുള്ള വോൾസിലാണ് ഹെറിംഗ് ബോൺ ബോണ്ട് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ടൈപ്പാണ് ഡയഗണൽ ബോണ്ട്. ഡയഗണൽ ബോണ്ടിൽ 2 സൈഡ്സിൽ സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. മിഡിലായിട്ട് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയഗണൽ ബോണ്ട് എന്ന് പറയുക. 2 സൈഡ്സിലായിട്ട് സ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും, അതിൻ്റെ മിഡിലിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യും. 2 or 4 ബ്രിക്ക് തിക്നെസ് വോൾസിലാണ് നമ്മൾ ഡയഗണൽ ബോണ്ട് യൂസ് ചെയ്യുക. 2 or 4 ബ്രിക്ക് തിക്നെസ് വോൾസിലാണ് ഡയഗണൽ ബോണ്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അടുത്ത് സിഗ്സാഗ് ബോണ്ട്. സിഗ്സാഗ് ബോണ്ട് എന്ന് പറയുന്നത് സിഗ്സാഗ് മാനറിൽ ബ്രിക്സ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിഗ്സാഗ് ബോണ്ട് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ 3 ബോണ്ട്സും യൂസ് ചെയ്യുന്നത് പേയ്മെൻറ്റ് അതേപോലെ തന്നെ ഫ്ലോറിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ്. പേയ്മെൻറ്റ് അതേപോലെ തന്നെ ഫ്ലോറിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 3 ടൈപ്പ് സ്റ്റേക്കിംഗ് ബോണ്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ബോണ്ടാണ് ഡച്ച് ബോണ്ട്. ഡച്ച് ബോണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ഡച്ച് ബോണ്ട്. ഡച്ച് ബോണ്ടിൽ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഓരോ സ്ട്രക്ചർ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് 3/4 ബാറ്റിലായിരിക്കും. ഓക്കെ, 3/4 ബാറ്റിലാണ് ഓരോ സ്ട്രക്ചർ കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത സ്ട്രക്ചർ കോഴ്സ് മുതൽ ഒരു 3/4 ബാറ്റിന് ശേഷം ഒരു ഹെഡർ കൂടി പ്രൊവൈഡ് ചെയ്യും. അത് ഓൾട്ടർനേറ്റീവ് സ്ട്രക്ചർ കോഴ്സസിൽ ഒരു ഹെഡറിന് ശേഷം ഒരു 3/4 ബാറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യും. അതാണ് ഈ ഡച്ച് ബോണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി.